നമസ്കാരം. കരിതുള്ളി നിൽക്കുന്ന ഇന്ത്യൻ ആർമി എവിടെ തീവ്രവാദികളെ കണ്ടാലോ ഒരു ചോദ്യമൊന്നും വേണ്ട, കണക്ക് തീർത്തോളാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഭാരതത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച ആ നരാധവന്മാരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ കൊണ്ട് കുളിപ്പിച്ച് കിടത്താനാണ് മോദി ഇന്ത്യൻ ആർമിയോട് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആത്മാവായ തീവ്രവാദ സംഘടനയെ തന്നെ അങ്ങ് കൊന്നു തള്ളാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവരൊറ്റ നിർദ്ദേശം കിട്ടിയതോടെ ജമ്മു കാശ്മീർ ഇളക്കി മറിക്കുകയാണ് ഇന്ത്യൻ ആർമി. ഓരോ മുക്കും മൂലയും ഇന്ത്യൻ ആർമി അരിച്ചു പറക്കുകയാണ്. അതോടുകൂടി ജെയ്ഷെ മുഹമ്മദ് അവിടെ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. അവരുടെ ക്യാമ്പ് അവിടെ നിന്ന് മാറ്റുന്നു. പാകിസ്ഥാന്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ സൈന്യം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നീക്കങ്ങൾ തകർത്തുകൊണ്ട് ഷഹബാസിന്റെ വലം കൈയായ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലിയെയാണ് ഇന്ത്യൻ ആർമി ഇന്ന് രാവിലെ വധിച്ചിരിക്കുന്നത്. കമാൻഡർ അൽതാഫ് ലല്ലിയെ ഇന്ത്യൻ ആർമി നിഷ്ഠൂരം കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ കാശ്മീരിലെ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന എലീറ്റ് തീവ്രവാദികളെ കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഓപ്പറേഷൻ. ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രത്യേക രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ബന്ദിപ്പോരയിൽ സംയുക്തമായ ഒരു തിരച്ചിൽ നടത്തി. തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ചതിനെ തുടർന്ന് വെടിവെപ്പുണ്ടായി. സുരക്ഷാ സേനയുടെ നിരീക്ഷണത്തിലായിരുന്നു ഭീകരരിൽ ഒരാൾക്ക് ആദ്യം വെടിവെപ്പിൽ പരിക്കേറ്റതായി നേരത്തെ തന്നെ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ സുരക്ഷാ സംഘത്തിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അതേസമയം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗറിലെത്തി ബന്ദിപ്പോരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനെ കുറിച്ച് അദ്ദേഹം വിശദീകരണം ചെയ്യുന്നുണ്ട്. സ്ഥിതിഗതികൾ സമഗ്രമായി വിലയിരുത്താനും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ ഭീകരരെ കണ്ടെത്താനുള്ള ഓപ്പറേഷന്റെ പുരോഗതി വിലയിരുത്താനും അദ്ദേഹം വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്ന 2 ഭീകരരുടെ വീടുകൾ ഇന്ന് സുരക്ഷാ സേനയും ജമ്മു കാശ്മീർ അധികൃതരും ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. ബിജ് ബഹാരയിൽ ലഷ്കർ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിന്റെ വസതി IED-കൾ ഉപയോഗിച്ച് ബോംബ് വെച്ചപ്പോൾ ത്രായലയിലെ അസീഫ് ഷേഖിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ ആർമി തകർത്തത്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പ്രകൃതി രമണീയമായ ബൈസറൻ താഴ്വരയിൽ ആക്രമണം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും പാകിസ്ഥാൻ ഭീകരരെ സഹായിച്ചതിൽ ആദിൽ തോക്കർ പ്രധാന പങ്ക് വഹിച്ചതായി കരുതപ്പെടുന്നുണ്ട്. തോക്കറിനെയും ആക്രമണം നടത്തിയ 2 പാകിസ്ഥാൻ പൗരന്മാരായ അലിഭായ്, ഹാഷിം മുസ എന്നിവരെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് അനന്ത്നാഗ് പോലീസ് 20 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സുരക്ഷാ സേന ആക്രമികൾക്കായി വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചതോടെ മൂവരുടെയും രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച ബൈസറൻ താഴ്വരയിലേക്ക് ചുറ്റുമുള്ള ഇടതൂർന്ന പൈൻ വനത്തിൽ നിന്നും പുറത്തു വന്ന ആക്രമികൾ 4-5 പേരുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെ AK-47 തോക്കുപയോഗിച്ച് വിവേചനരഹിതമായി വെടിയുതിർത്താൻ തുടങ്ങി. സൈനിക വേഷത്തിൽ തീവ്രവാദികൾ മതം പരിശോധിക്കാൻ ID-കൾ പരിശോധിച്ചുവെന്നും മുസ്ലിമുകൾ അല്ലാത്തവരെ കൃത്യമായി വധിച്ചുവെന്നും രക്ഷപ്പെട്ട ചിലർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.